മറിച്ച് രണ്ട് രാജ്യത്തും ജനങ്ങൾ സ്വസ്ഥതയോടെ സമാധാനത്തോടു കൂടി ജീവിച്ചോട്ടെ എന്ന്. ഷംസീറ, ഇറാനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇസ്രായേലിനും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ക്യാൻസർ ചിന്താഗതിയില് ഇസ്രായേൽ നശിക്കട്ടെ. കാരണം 5 നേരം നമസ്കരിക്കുന്ന ഓരോ മുസ്ലിമും തുടിക്കുന്ന ഹൃദയത്തിനു മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, അള്ളാഹുവെ നീ കോപിക്കുകയും ശപിക്കുകയും ചെയ്ത ആ വിഭാഗം ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ആരെയാണ് പടച്ചവൻ ശപിച്ചത്? ആരോടാണ് പടച്ച റബ്ബിന് കോപം? ഒരു ഉമ്മയുടെ 10 മക്കളിൽ 1-2 മക്കളോട് മാത്രം ആ ഉമ്മ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ ആരുടെ കുറവാണത്? ആ ഉമ്മയുടെ പോരായ്മയാണ്. ഹിന്ദുക്കളെയും സൃഷ്ടിച്ച്, ക്രിസ്ത്യാനികളെയും സൃഷ്ടിച്ച്, മുസ്ലിങ്ങളെയും സൃഷ്ടിച്ച്, മതമില്ലാത്തവരെയും സൃഷ്ടിച്ചിട്ട് ഒടുവിൽ ഒരു വിഭാഗം ആളുകൾക്കു മാത്രം വിജയം കൊടുത്ത് വേറെ ഒരു വിഭാഗത്തെ പരാജയപ്പെടുത്തുന്നു ഈ വിഭാഗത്തെ കൊണ്ട്. എന്നിട്ട് പറയുന്നു എത്രയോ നീതിമാനാണത്രേ, എത്രയോ കാരുണ്യവാനാണത്രേ. തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആർക്കും ഇതിനകത്ത് കാരുണ്യമൊന്നും കാണാൻ കഴിയില്ല. ഇത് വിവേചനമാണ്, ഇത് അനീതിയാണ്, ഇത് അനീതിയാണ്. ആ ജൂതന്മാരെ മുഴുവനും അല്ലാഹു വിചാരിച്ചാൽ 1 സെക്കൻഡ് പോരെ അവരെ അങ്ങ് ഇല്ലാതാക്കാൻ. അതല്ലെങ്കിൽ തന്നെയും ഹിറ്റ്ലർ വിചാരിച്ചതുപോലെ, ഹിറ്റ്ലർ അന്ന് എല്ലാവരെയും ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ആ ഹിറ്റ്ലറിനെ കൊണ്ട് പഠിച്ചുകൊണ്ടത് ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ? ഫമ്മീട്ടെക് ഉമ്മായിക്ക് എന്നും ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണോ മോനെ ഇത്? ആണോ? ഉമ്മായിക്കും പെങ്ങൾക്കും മകൾക്കും ഒക്കെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞോ നീ? നിന്റെ നാവിന് അത്രയ്ക്ക് ബലമാ? ആണോ? കണ്ടോ, ഒരു മുഹമ്മദീയന്റെ പ്രകടനവും മറുപടിയുമാണ് നാവ് കേറ്റട്ടെ എന്ന്. എങ്ങനെയുണ്ട്? അതാ ഇവരുടെ കുഴപ്പമല്ല ഇത്. മുഹമ്മദ് പഠിപ്പിച്ചിട്ട് പോയ ഈ പൊത്തക കെട്ടുകൾ പഠിക്കുകയും വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ഇത് തന്നെയല്ലേ ഇവന്റെയൊക്കെ ജീവിതത്തിലും ഇംപ്ലിമെന്റ് ആകൂ. KSRTC ബസ്സിൽ ഒരു പെണ്ണിന്റെ തോള് കണ്ടാലും സുനെ ഒന്ന് കയ്യിൽ പിടിക്കണമെന്ന് തോന്നും. ട്രെയിനിനകത്ത് കയറിയപ്പോൾ ഒരു ഉസ്താദിന് ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കൊന്ന് കുലുക്കണമെന്ന് തോന്നി. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഉമ്മായെയും വെറുതെ വിടില്ല, പെങ്ങളെയും വെറുതെ വിടില്ല. എന്തുകൊണ്ടാണ് ഇവന്റെയൊക്കെ വീടുകളിൽ, ഇവന്റെയൊക്കെ കൂട്ടങ്ങളിൽ തന്നെ ഇത്രയും ബലാത്സംഗങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വന്തം മക്കള് തന്നെ ഇവന്റെയൊക്കെ കാരണം, ഇവന്റെയൊക്കെ ബീജങ്ങൾ വയറ്റിൽ പേറേണ്ടി വരുന്നത്? എന്തുകൊണ്ടാ? ഈ കാമഭ്രാന്തു മൂത്ത് നടക്കുകയാണ് ഇവരൊക്കെ. വാഴയ്ക്ക് തുളയിടാൻ പാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണയുമായിട്ട് സുനയും കയ്യിൽ പിടിച്ച് തുണിയും പൊക്കി ഇറങ്ങി തിരിക്കുക. എന്തിനാ? പടച്ചോൻ ഇതൊക്കെ പൊറുക്കും. അസ്തഗ്ഫിറുല്ലാഹ്, നീ പൊറുക്കണേ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഉമ്മയെ വ്യഭിചരിച്ചാലും പുറത്തു കൊടുക്കുന്ന ഒരു പടച്ചോൻ ആകാശത്തുണ്ട് എന്നുള്ള ഒരു ബലവും ആത്മവിശ്വാസവുമാണ് ഈ അലബലാദികളെ കൊണ്ട് ഇത് പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തലയ്ക്കകത്താള് താമസമുള്ളവരാണ്. ജൂതന്മാർ വളരെ കുറച്ചു മതി. ഹിറ്റ്ലറുടെ ആ കൃത്യത്തോടു കൂടി തന്നെ ലോകം പഠിച്ചതാ. കുറച്ചു പേര് മതി. മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല, ഇവര് നശിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ആരെയും നശിപ്പിച്ചിട്ട് തകർത്തിട്ട് ജൂതന്മാർക്കൊന്നും നേടാനില്ല. ലോകത്തിന് നന്മകളാ പ്രദാനം ചെയ്യുന്നതെല്ലാം. ഇപ്പോൾ ടെഹ്റാനിൽ അവശേഷിക്കുന്ന ടെഹ്റാന്റെ ബാക്കി ഭാഗവും കൂടി താണ്ഡവമാടുകയാണ് ജൂതമക്കൾ. എന്ത് വിചാരിച്ചാലും ശരി, ഈ ഇറാന് അമേരിക്ക കൊടുത്ത അടിയിൽ നിന്ന് ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതിനു മുമ്പ് ദാ വരുന്നു ഇസ്രായേലിൽ നിന്ന് ജൂതമക്കളുടെ അടുത്ത പ്രഹരം. ഇസ്രായേൽ തകർത്തു. ടെഹ്റാനിൽ 2 മണിക്കൂറായി തീമഴ പെയ്യുന്നത് തുടരുകയാണ് എന്നും ലക്ഷ്യം കണ്ട് പിന്മാറുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് നടന്നത്. ഇറാൻ തലസ്ഥാനമായ ഇറാനിലെ തന്നെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള യെവിൻ ജയിൽ ഇസ്രായേൽ സേന തകർത്തിരിക്കുകയാണ്. ഈ ജയിലായിരുന്നു ഇറാനിലെ ആയത്തുള്ള ഖൊമനിയുടെ മത പോലീസ് ബുർഖ സമരത്തിൽ പങ്കെടുത്ത അനേകം സ്ത്രീകളെ ജയിലിലടച്ചതും ഇറാനിലെ വിമതരെ പൂട്ടിയിട്ടിരിക്കുന്നതും. അതുപോലെ ഖൊമേനി ഇപ്പോ നമ്മുടെ മഹ്സാമിനി എന്ന് പറയുന്ന ഒരു 22കാരി ഒരു കഷ്ണം മുടി പുറത്തു കാണിച്ചു എന്നതിന്റെ പേരിൽ അവരുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ ഇറാൻ ജനതയെ ഒന്നടങ്കം കൂട്ടിയിട്ട് കത്തിച്ച
ജയിലാണ് എവിൻ എന്നറിയപ്പെടുന്ന ടെഹ്റാനിലെ ജയിൽ. ആ ജയിൽ മുഴുവനും തകർത്തിരിക്കുകയാണ് ഇപ്പോൾ ജൂതപ്പട. സന്തോഷം. ഭരണകൂടത്തിനെതിരെ സമരം നടത്തുകയും അവിടുത്തെ വിമിതരായിട്ടുള്ള ആളുകളെയും പൂട്ടിയിട്ടിരുന്ന ജയിലായിരുന്നു എവിൻ ജയിൽ. ഈ ജയിൽ തകർത്തിരിക്കുന്നു. തടവുകാർക്ക് മരണമുണ്ടാകാത്ത രീതിയിൽ ജയിലിന്റെ സംരക്ഷണ ഭിത്തി തകർക്കുകയും ജയിലിന്റെ ഭരണ ആസ്ഥാനം തകർക്കുകയും. കാരണം എന്താ? അതിനകത്തുള്ളത് തീർത്തും നിരപരാധികളാണെന്നും ഈ കൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കു വേണ്ടി അവർ രംഗത്തിറങ്ങി പ്രതിഷേധവുമായി. അതുകൊണ്ടാണ് അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേലിനറിയാം. ഇസ്രായേൽ സൈനിച്ചത് വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ കൃത്യതയോടെയുള്ള ആക്രമണമായിരുന്നു. മരണങ്ങളൊന്നും ജയിലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ജയിലിന്റെ പുറം മതിലുകളെല്ലാം തകർത്ത് തടവുകാർക്ക് പുറത്തു പോകുവാനുള്ള ഒരു അവസരം ഇസ്രായേൽ ഒരുക്കിയിരിക്കുകയാണ്. ഇത് വളരെ വിദഗ്ധമാണ് ഇസ്രായേലിന്റെ നീക്കം. തടവുകാർ പുറത്ത് വന്ന് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ തടവുകാരെ നിയന്ത്രിക്കുവാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇറാനിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല. ഇസ്രായേൽ യുദ്ധത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ എവിൻ ജയിൽ തകർത്തിരിക്കുന്നത്. ഇത് 2 ലക്ഷ്യങ്ങളുണ്ട്. ഇതിൽ ഒന്ന്, അവിടെ ഖൊമേനിക്കെതിരെയുള്ള വിമിത നീക്കം ശക്തിപ്പെടുത്തുക. വിമിതരെ മുഴുവൻ ആയിരക്കണക്കിന് പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇവരെയെല്ലാം സുരക്ഷിതരാക്കി പുറത്തു കൊണ്ടുവരുന്നതോടെ ഭരണകൂടത്തിനെതിരെ വലിയ തോതിലുള്ള വിമിത പ്രവർത്തനങ്ങളും കലാപങ്ങളും ഇറാനിൽ രൂക്ഷമാക്കുക. ഇറാനെ ഒരു ആഭ്യന്തര സംഘർഷത്തിൽ സിറിയയെ പോലെ ആക്കുക. സിറിയയിൽ എങ്ങനെയാണോ ഇസ്രായേൽ ഇടപെട്ട് അവിടുത്തെ ഭരണാധികാരിയെ, ഇസ്ലാമിക് സ്വേച്ഛാധിപതിയെ ഓടിച്ച് അവിടുത്തെ വിമിതർ ഭരണം പിടിച്ചെടുത്ത് സിറിയയിൽ ഇപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് എന്നതുപോലെ തന്നെ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇറാനിൽ സൃഷ്ടിക്കുന്നതിന്റെ ഒരു ചുവടുവെപ്പ് കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറാൻ ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഇറാനെ മാറ്റിമറിക്കും എന്നും അമേരിക്ക പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാന്റെ ജയിൽ തകർത്തതിലൂടെ വിവിധ വിഭാഗം നേതാക്കളെയും ജയിലിൽ അടച്ചവരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ ജയിലിന് പുറത്തെത്തിച്ച് മോചിപ്പിക്കുന്ന വലിയ ഒരു ദൗത്യം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇസ്രായേൽ ഇതിനകത്ത് കണക്ക് കൂട്ടുന്നത് വലിയ തോതിലുള്ള ക്രിമിനലുകളെയും മറ്റും ഈ ജയിലിൽ അടച്ചിരുന്നു. വലിയ ഒരു ജയിൽ തകർക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുക എന്നത്. വലിയ വലിയ കുറ്റവാളികളും ക്രിമിനലുകളും രാജ്യദ്രോഹികളും ഒക്കെ ജയിലിൽ ഉള്ളത് പുറത്തു വരും. അവർ സ്വാഭാവികമായിട്ടും അവരുടെ വലിയ തോതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ രാജ്യത്തുടനീളം വീണ്ടും അരയും തലയും മുറുക്കി അവർ രംഗത്ത് വരും. അങ്ങനെ ഇറാനിൽ മറ്റൊരു രീതിയിലും ആഭ്യന്തര സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാക്കുക, ക്രിമിനലുകൾ വിളയാടുന്ന ജയിൽ തുറന്നുവിട്ട് വലിയ ഒരു അരാഷ്ട്രീയ അവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം ഇറാനിൽ സംജാതമാക്കുക എന്നതും കൂടി ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുണ്ടാണെങ്കിലും എങ്ങനെയുണ്ട്? ബംഗ്ലാദേശില് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൂഢതന്ത്രത്തിൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് പട്ടാളക്കാർ ഏർപ്പെടുത്തിയത് 45 മിനിറ്റ് മാത്രമായിരുന്നു സമയം. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അവർ ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വര രാജ്യം തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? അവർക്കറിയാം ഏത് രാജ്യത്തെക്കാൾ ഞാൻ സുരക്ഷിതയായിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തായിരിക്കുമെന്ന്. പരീക്ഷത്ത് രാജാവിനെ പോലെ നരേന്ദ്രമോദി അവരെ സംരക്ഷിക്കുമെന്ന്. എന്തേ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അവർ തിരഞ്ഞെടുക്കാത്തത്? ബംഗ്ലാദേശുകാരിയല്ലേ? കാരണം ഒരു സ്ത്രീയാണ്. സ്ത്രീ എപ്പോഴും പേര് യന്ത്രമായി കഴിയണം എന്നാഗ്രഹിക്കുന്ന, അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥം മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഈ മതജീവികളുടെ അടുത്തെങ്ങാനുമാണ് താൻ പോകുന്നതെങ്കിൽ തനിക്ക് സംരക്ഷണം കിട്ടില്ല എന്ന് മാത്രമല്ല, തന്റെ തല ഒരു റോസാപ്പൂവ് പറിക്കുന്നത് പോലെ എടുത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ താലത്തിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും ഈ നാറികൾ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സംരക്ഷണം വേണ്ടി വന്നത്. അത്രമാത്രം വിരോധികളാണിവർ. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പിന്നീട് ചെയ്തത് എന്താ? ബംഗ്ലാദേശിലെ സകലമാന ജയിലുകളും തുറന്നിട്ടു. എന്തിന്? അതിനകത്തുള്ള അക്രമികൾ, അതിനകത്തുള്ള ഭീകരവാദികൾ, ബലാത്സംഖികൾ, കൊലയാളികൾ, ഇവരെയൊക്കെ അതിനകത്താക്കിയത് ആരാ? ഷെയ്ഖ് ഹസീന സർക്കാരാ. അവര് വെറുതെ ഇറങ്ങിപ്പോയില്ല. ഈ തീവ്രവാദികൾ ഇറങ്ങിയപ്പോൾ ജയിലിലെ ആയുധപ്പുര തുറന്ന് സകലമാന ആയുധങ്ങളും കയ്യിലെടുത്തിട്ടാണ് അവരിറങ്ങിയത്. എന്നിട്ട് അവര് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ, അതുപോലെ അവിടത്തെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളെ കൊന്നും കൊലവിളിച്ചും ബലാത്കാരം ചെയ്തും താണ്ഡവമാടി. അവര് കാണിച്ചു കൊടുത്തല്ലോ. അതേപോലെ ഒരു തന്ത്രമാണ് ഇവിടെ ഇസ്രായേലും പയറ്റുന്നത്. കാരണം ഈ കൊമേനി ബങ്കറിനകത്ത് പോയി, ബങ്കറോ ടാങ്കറോ അവൻ അതിനകത്ത് ഒളിച്ചിരിക്കുവാണ്. അവൻ ചത്തെന്ന് കേൾക്കുന്നു, നല്ലത്.
അപ്പോ അവൻ അതിനകത്തായി. ജൂതന്റെ ആൻഡ്രോയിഡ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കാൻ പേടിയാ. ഓക്കെ ടോക്കിയും പേജറും ഒക്കെ പൊട്ടിത്തെറിച്ചതുപോലെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയില്ല. ഈ 86-കാരനായ കൊമേനി നരേനാണെങ്കിൽ ഇനിയും ജീവിക്കണമെന്നാണ് ആഗ്രഹം. ചാവാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ ബങ്കറിനകത്ത് ഒളിച്ചു. അണികൾക്ക് സന്ദേശം നൽകാൻ യാതൊരു നിവൃത്തിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാണ് പറ്റിയ സമയം. ഇറാന്റെ സകലമാന ജയിലുകളും തുറന്നിട്ടു ഇസ്രായേൽ. കണ്ടോ, ജയില് തകർത്തു. പക്ഷേ അതിനകത്തുള്ള ആളുകൾക്കൊന്നും സംഭവിക്കാതെ തന്നെ രക്ഷപ്പെട്ടു. ഇവൻ